ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലർക്കും ഹെൽപ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് വേറൊന്നുമല്ല, ഹൗ ടു ഓവർകം സോഷ്യൽ ആങ്സൈറ്റി. സോഷ്യൽ ആങ്സൈറ്റിയിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റിയെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം വാട്ട് ഈസ് സോഷ്യൽ ആങ്സൈറ്റി. സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇൻട്രോവേർട്സിന് മാത്രമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇൻട്രോവേർട്സിൻ്റെ ഒരു സ്വഭാവമാണ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിലോ അവരുടെ ബിഹേവിയറിലോ ഉള്ള ഒരു ട്രെയ്റ്റ് ആണ് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അത് റോങ് ആണ്. സോഷ്യൽ ആങ്സൈറ്റി വേറെയാണ്, ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളുടെ ക്യാരക്ടറും വേറെയാണ്. സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുമ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുമ്പം ഒരു ടെൻഷൻ, വിറയൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നല്ലോ, അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം നമ്മളുടെ കൂടെ പഠിച്ച ആരെങ്കിലും വരുമ്പം അവർ വരുന്നല്ലോ, ഇനി അവരെ നോക്കണം, അല്ലെങ്കിൽ അവരോട് മിണ്ടണമല്ലോ, എന്ത് ചോദിക്കും, അല്ലെങ്കിൽ തിരിഞ്ഞു നിന്നേക്കാം എന്നൊക്കെ വിചാരിക്കും. അല്ലെങ്കിൽ നേരത്തെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, സാറുമാർ അങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പം അയ്യോ അവരെ കാണുമല്ലോ, അവർ മിണ്ടുമല്ലോ, അവരോട് മിണ്ടണമല്ലോ, എന്താ ഇപ്പം മിണ്ടുന്നേ എന്നൊക്കെയുള്ളൊരു ഇത് അവരെ കാണുമ്പോൾ ടെൻഷൻ ആവുന്നു, ഇങ്ങനെ വിറയ്ക്കുന്നു, ദാഹം, പെട്ടെന്ന് കുറച്ച് വെള്ളം കുടിച്ചാൽ കൊള്ളാം അങ്ങനെയൊക്കെ തോന്നുന്നത്. അതുപോലെ തന്നെ മാരേജ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫംഗ്ഷനൊന്നും പോകാൻ പേടിയാണ് പലർക്കും, ചിലവർക്ക്, ഈ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ചെല്ലുമ്പോൾ ആൾക്കാരോട് എന്ത് പറഞ്ഞ് സംസാരിക്കും, ആരോട് പോയി മിണ്ടും, അവരുടെയൊക്കെ എങ്ങനെയാണ് പോയി മിണ്ടുന്നേ, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. അങ്ങനെയൊക്കെ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ തൊണ്ട വരളുന്നു, ചെറുതായിട്ട് വിറയ്ക്കുന്നു, ടെൻഷൻ, ഒരു മരവിപ്പ്, ഭയങ്കര തണുപ്പ്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം പലർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവർ ഭയങ്കര എന്താ പറയുന്നത്, സ്റ്റേജിലൊക്കെ നിന്ന് സംസാരിക്കുന്നത് കാണുമ്പം ഞാൻ എന്നാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊന്നും സംസാരിക്കാനേ പറ്റത്തില്ല, എനിക്കിങ്ങനെ ആൾക്കാരെ ഒന്നും ഫേസ് ചെയ്യാനേ പറ്റത്തില്ല എന്നൊക്കെയുള്ളൊരു ടെൻഷൻ, വിഷമം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള പലർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കൊരു പക്ഷേ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കണമെന്ന് ആഗ്രഹം കാണും. അതുപോലെ പബ്ലിക്കായിട്ട് ഒരു സ്റ്റേജിലൊക്കെ നിന്ന് ആൾക്കാരോട് സംസാരിക്കണം, ഒരു ഇവൻ്റൊക്കെ ഹോസ്റ്റ് ചെയ്യണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം കാണും. പക്ഷെ അവർക്ക് പേടിയും ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാണും. ഒരു പക്ഷേ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ആൾക്കാരോട് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഈ പ്രശ്നം ഉണ്ടാവും. അതും ഈ പറഞ്ഞ സോഷ്യൽ ആങ്സൈറ്റിയിൽ പെടും. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രോവേർട്സിന് ഈ പറഞ്ഞതിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അവർക്കെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരോടൊന്നും വലുതായിട്ട് സംസാരിക്കണമെന്നേ ഇല്ല. പക്ഷേ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള പലർക്കും ഒരാളെ കാണുമ്പോൾ അയാളോട് സംസാരിക്കണം എന്ന് ആഗ്രഹം കാണും, അയാളുടെ അടുക്കൽ ചെന്ന് കമ്പനി ആവണം എന്ന് ആഗ്രഹം കാണും. പക്ഷെ അവർക്ക് കഴിയുന്നില്ല. ഇങ്ങനെ മുമ്പേ ഞാൻ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ അവർക്ക് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻട്രോവേർട്സ്. അവർക്ക് താല്പര്യമേ ഇല്ല, അവർക്ക് കുറച്ച് പീസ്ഫുൾ ആയിട്ട് ഒറ്റയ്ക്കിരിക്കണം, കുറച്ച് ഒറ്റയ്ക്കിരുന്ന് സമയം സ്പെൻഡ് ചെയ്യണം, വായിക്കണം, എഴുതണം, അല്ലെങ്കിൽ പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ എന്ത് എൻജോയ്മെൻ്റ് ആണെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ മതി എന്നുള്ള അതിലാണ് അവർ കംഫർട്ടായിട്ട് ഉള്ളത്. സോ ഇപ്പം ഈ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻട്രോവേർട്സ് ആയിട്ടുള്ളവരുടെ പ്രശ്നം അല്ല സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇൻട്രോവേർട്സിനും ആ പ്രശ്നമുണ്ട്, എന്നാൽ ഇൻട്രോവേർട്സ് അല്ലാത്തവർക്കും ആ പ്രശ്നം ഉണ്ട്. സോ ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് ടിപ്സ് ആണ്, നമുക്ക് എങ്ങനെ സോഷ്യൽ ആങ്സൈറ്റി ഓവർകം ചെയ്യാം എന്നുള്ളതിൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നുള്ള നമ്മുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മാറ്റിയെടുക്കുക, നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുക. ഇതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ അവർ കഴിഞ്ഞു പോയ അവരുടെ കാലത്ത്, ഇപ്പോൾ ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ ടീനേജിലോ എപ്പോഴെങ്കിലും അവർ ലൈഫിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നായിരിക്കും പല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ എപ്പോഴും വിശ്വസിച്ച് പോകുന്നത്. അവർ വിചാരിക്കും നല്ല സൗന്ദര്യമുള്ളവർക്ക്, നല്ല പണമുള്ളവർക്ക്, അല്ലെങ്കിൽ നല്ല കഴിവുകളുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവർ അങ്ങനെയുള്ളവരോട് ഇഷ്ടപ്പെടുത്തുള്ളൂ. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുണ്ടാവും. ഒരു പക്ഷേ അവരെ ലൈഫിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും
ഒഴിവാക്കിയവരായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ആരോടെങ്കിലും സംസാരിക്കാൻ ചെന്നപ്പോൾ അവർ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവർക്ക് വേണ്ട സൗന്ദര്യമില്ല, പണമില്ല, മറ്റു കഴിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരെന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ ശരിക്കും അതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മൾ ഇപ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നമ്മളൊരു ആൾക്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രശ്നം കൊണ്ടാവാം. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. ഒരുപക്ഷെ അവർ വിചാരിക്കും നമ്മൾ അവരോട് മിണ്ടുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഒരുപാട് സംസാരിച്ച് മറ്റുള്ളവരെ ബോറടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പൊങ്ങച്ചം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സെൽഫിഷ് ആണ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് മറ്റുള്ളവരോട് മിണ്ടുന്നത് എന്നുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടാവാം. സോ ഫസ്റ്റ് നമ്മൾ ആ റീസൺ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് നമ്മൾ മാറ്റിയെടുക്കുക. ഈ ഒരു തെറ്റിദ്ധാരണകൾ നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി ഓപ്പൺ ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക. എല്ലാവരോടും ഒരു തുറന്ന മനസ്സോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്ലൈൻഡ് ആവാതിരിക്കാനും ശ്രമിക്കുക. അതായത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്പൺ ആയിട്ട് ഒരു ഹാർട്ടോട് കൂടി ഇറങ്ങി ചെല്ലുന്നവർ ശ്രദ്ധിക്കണം, അത് മറക്കരുത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂം മോട്ടിവേഷണൽ കോണ്ടന്റ്സ്. അതായത് നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് തോന്നുവാണ് എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആൾക്കാരോട് ഇടപെടണം, കുറച്ചും കൂടി നെറ്റ്വർക്കും കാര്യങ്ങളും എനിക്ക് വേണം, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പം എന്താ വേണ്ടേ? എനിക്ക് കുറച്ച് മോട്ടിവേഷൻ വേണം. എനിക്ക് തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളത് പുറത്തുനിന്ന് എടുക്കണം. ബുക്സ് വായിക്കാം. ഒരുപാട് നല്ല മോട്ടിവേഷണൽ ബുക്സ് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ലൈബ്രറിയിലൊക്കെ പോയി നോക്കൂ, അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റോളിൽ പോയി നോക്കൂ, നല്ല നല്ല മോട്ടിവേഷണൽ ബുക്സ് കിട്ടും. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് തന്നെ നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് വീഡിയോസ് കേൾക്കാം, പോഡ്കാസ്റ്റ്സ് കേൾക്കാം. ഇവിടെ നിന്നൊക്കെ നമുക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള സ്റ്റഫ്സ് നമുക്ക് കൺസ്യൂം ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും. ആ ഒരു ഫ്രണ്ടിനോട് പോയി സംസാരിക്കാം. ഇനി അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, അത് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാവാം, ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ പാരൻസിൽ ഒരാളാവാം, നിങ്ങളുടെ സിബ്ലിങ്സിൽ ആരെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ പഠിപ്പിച്ചൊരു ടീച്ചറാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഫ്രീഡം തോന്നുന്ന, അല്ലെങ്കിൽ അത് പറയാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരാളിനോട് ഷെയർ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ മോട്ടിവേഷൻ കിട്ടാമോ? ഇന്റർനെറ്റിൽ നിന്ന് കിട്ടാം, നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് കിട്ടാം, ബുക്സിൽ നിന്ന് കിട്ടാം. ഇനിയിപ്പോൾ ന്യൂസ് പേപ്പറിൽ പോലും ചിലപ്പം ഇങ്ങനെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ വരാറില്ലേ, അതൊക്കെ നമുക്ക് വായിക്കാം. സോ മോട്ടിവേഷൻ കിട്ടുക, നമുക്ക് അതിലൂടെ തന്നെ നമ്മളെ തന്നെ ഒന്ന് ത്രൈവിങ് ഫോഴ്സ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള എനിക്കൊരു ചേഞ്ച് വേണം, എൻ്റെ പേഴ്സണാലിറ്റിയിൽ കൊണ്ടുവരേണ്ട ചേഞ്ച് ഇതാണ്, ഈ ഒരു വർഷം ഞാൻ എൻ്റെ സോഷ്യൽ ആങ്സൈറ്റി മാറ്റിയെടുക്കും എന്നുള്ളൊരു തീരുമാനം നമുക്ക് ആ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി പറയാൻ പോകുന്ന ടിപ്സിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ഇത് വേറൊന്നുമല്ല, സോഷ്യൽ ആങ്സൈറ്റി ഇല്ലാത്ത ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങൾ ചുറ്റും നോക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് കയറി സംസാരിക്കാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ 10 പേരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ, എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് കമ്പനിയായി മിങ്കിൾ ആവുന്നവർ, അങ്ങനെയുള്ള ഒരാളെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലേ? സോ ആ ആളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ഭയങ്കര പാടാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് പാടാണ്, എന്നാൽ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഈ ഒരു കാര്യം ഇത് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് അയാളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അതെൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നൊരു തോന്നലുണ്ടെങ്കിലേ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആകത്തുള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഒരിക്കലും അയാളെ കൊണ്ട് നമ്മൾ കാര്യം സാധിക്കുക എന്നുള്ളതല്ല, നമുക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അയാളിൽ നിന്നും നമുക്ക് പലതും പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കണം, നമ്മൾ അയാളെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണുന്നത് പോലെ അയാൾ നമ്മളെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അയാളെ കണ്ട് പഠിക്കണം, അയാളിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കണം. സോ ആ ഒരു പർപ്പസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം.
അങ്ങനെ അങ്ങനെ ഒരാളിനെ നമ്മൾ കണ്ടുപിടിക്കുക. ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ ചുറ്റുമുള്ളവരിൽ, വളരെ കുറച്ച് പേർക്ക് ഈ പറഞ്ഞ സോഷ്യൽ ആങ്സൈറ്റി കാണത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് ഒരാളെ കണ്ടിട്ട് അയാളുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുക, കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുക, അതുപോലെ പല സംശയങ്ങൾ ചോദിക്കുക, അയാൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് മിങ്കിൾ ആവുന്നതെന്ന് നോക്കുക, അയാളുടെ കൂടെ പുറത്തേക്ക് വല്ല കല്യാണത്തിനൊക്കെ പോവുക, നിങ്ങൾ ഒരുമിച്ച് പോകേണ്ട സിറ്റുവേഷനിലൊക്കെ പോവുക, ഷോപ്പിങ്ങിന് പോകുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെയൊക്കെ അയാളുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അയാൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, കൂടുതൽ കാര്യങ്ങളും അയാൾ ചെയ്യുന്നത്, മറ്റുള്ളവരുമായിട്ടുള്ള അയാളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് അയാളെ പോലെ ആവാൻ പറ്റുക. ഒരിക്കലും നമ്മൾ ഇന്ന ആളിനെ പോലെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില സമയത്ത് ചില കാര്യങ്ങൾ, ചില ട്രൈറ്റ്സ് നമ്മൾ കോപ്പി ചെയ്യുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയിലും നമ്മുടെ ബിഹേവിയറിലും ഒക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ ആങ്സൈറ്റി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, സോഷ്യൽ ആങ്സൈറ്റി ഒന്നും ഇല്ലാത്ത വളരെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളുമായിട്ട് കമ്പനി ഉണ്ടാവുക, അയാളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. അപ്പൊ ഇത് പറയാൻ റീസൺ, പലർക്കും ഉള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരുമായിട്ടായിരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ പോലെയുള്ള ചിന്തകൾ, ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും എൻ്റെ കൂടുതൽ ഫ്രണ്ട്സ്. പക്ഷേ ഇങ്ങനെ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ കൂട്ടുകൂടുന്ന, അല്ലെങ്കിൽ അയാൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും ഏകദേശം ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. അവർക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ അവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപക്ഷെ അവർക്ക് ഓവർകം ചെയ്യണമെന്ന് താല്പര്യമില്ലായിരിക്കാം, ഒരുപക്ഷെ അവർ ട്രൈ ചെയ്തിട്ട് നടക്കാത്തതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല എന്ന് വിചാരിക്കുന്നവരായിരിക്കും. സോ അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടരുതെന്നല്ല, കൂട്ടുകൂടണം. പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് സോഷ്യൽ ആങ്സൈറ്റി ഇല്ലാത്ത ആൾക്കാരോട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ വീട്ടിൽ പാരൻസും അതുപോലെ നമ്മുടെ സിബ്ലിങ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അവരുടെ അടുത്ത് നിന്ന് നമ്മൾ എന്തായാലും അവിടെ എല്ലാവരും കംഫർട്ടായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും കംഫർട്ടായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും വീട്ടിൽ പോലും ഈ പറഞ്ഞ ആങ്സൈറ്റിയും പ്രശ്നങ്ങളും ഉള്ളവർ കാണും, കുറച്ച് പേർക്ക്. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? വീട്ടിൽ തന്നെ കുറച്ച് സംസാരിക്കുമ്പോഴൊക്കെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക, കുറച്ച് ഹ്യൂമർ ആഡ് ചെയ്യുക. ഹ്യൂമർ സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യങ്ങൾ ഒന്നാണ് ഹ്യൂമർ എന്ന് പറയുന്നത്. അതും സെൻസ് ഉപയോഗിക്കണം കേട്ടോ. അതായത് എപ്പോൾ എന്ത് പറയണം എന്നുള്ളൊരു സെൻസ് നമുക്ക് ഉണ്ടാവണം, ആരോടാണ് പറയുന്നത് എന്നുള്ള ഒരു സെൻസും ഉണ്ടാവണം. അതില്ലാണ്ട് നമ്മൾ എത്ര ഹ്യൂമർ പറഞ്ഞാലും നമ്മളൊരു മോശക്കാരായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് നമ്മുടെ വീട്ടിൽ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റുള്ളവരോട് ഒരു എന്താ പറയുക, ഹ്യൂമറൊക്കെ ആഡ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് പേര്, വീട്ടുകാർ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പറയാം, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസിനെ പറ്റി പറയാം. അങ്ങനെ നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ദെൻ നിങ്ങൾ സ്കൂളിലും കോളേജിലും പോകുമ്പം അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് പേരെ കണ്ട് കോപ്പി ചെയ്യാൻ നോക്കിയില്ലേ, കുറച്ച് ബുക്സ് ഒക്കെ വായിച്ചില്ലേ, കുറച്ച് ഫിലിമും കാര്യങ്ങളും ഒക്കെ കണ്ടു കാണുമല്ലോ. അപ്പം അതിലെ കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിരിക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മൾ ഒരു കാര്യം പറയുമ്പം അത് ശ്രദ്ധിച്ചിരിക്കുന്നവരോട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം എന്താണെന്നറിയോ, അവർക്കൊരു തോന്നലുണ്ടാവും, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ എനിക്കൊരാളുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കുക. അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്ത പല കാര്യങ്ങളും ഒന്ന് വർക്കൗട്ട് ആക്കാൻ ശ്രമിക്കുക. ഫംഗ്ഷൻസിനൊക്കെ പോകാൻ നോക്കുക. പോകുമ്പം അവിടെ 2-3 പേരോടെങ്കിലും മിണ്ടാൻ ശ്രമിക്കുക. ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ ഒരു ഫ്രണ്ടിനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പരിചയക്കാരനെയെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ശ്രമങ്ങൾ നിങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് അഫ്രൈഡ് അബൌട്ട് ഫെയിലിയർ. അതായത് പരാജയത്തെ ഭയക്കാതിരിക്കുക.
ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന്, കുറേ നേരമായിട്ട് നമ്മൾ കല്യാണമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ഫംഗ്ഷന് പോയി അവിടെ വെച്ച് നിങ്ങൾ ഒരു 10 പേരോട് സംസാരിച്ചു, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള 10 പേരോട് സംസാരിച്ചു. എത്ര മണിക്കാണ് കല്യാണം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നാണോ, അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ച് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു, മിണ്ടി കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു. 9 പേരും നിങ്ങളോട് സംസാരിച്ചു, 9 പേരും നിങ്ങളോട് ഭയങ്കര കമ്പനിയായിട്ട് കുറച്ച് നേരമൊക്കെ മിണ്ടി ഒക്കെ ചെയ്തു. എന്നാൽ ഒരാളോട് നിങ്ങൾ സംസാരിച്ചപ്പോൾ അയാൾ വലിയ മൈൻഡൊന്നും കാണിക്കാതെ കുറച്ച് ജാടയൊക്കെ ഇട്ട് നിന്നു. നിങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഒരു ഒറ്റ ആൻസറിൽ പറഞ്ഞിട്ട് അയാൾ ഫോണിൽ നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് അയാൾ വേറെ ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ പോയി എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നും? ഞാൻ വെറുതെ അയാളോട് സംസാരിക്കണ്ടായിരുന്നു, ഭയങ്കര ജാട. ഇപ്പം എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്. നമ്മൾ നമ്മുടെ വില കളയരുത്, സെൽഫ് റെസ്പെക്റ്റ് വേണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, പരാജയത്തെ ഭയപ്പെടരുത്. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്, നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ ആങ്സൈറ്റി മാറ്റിയെടുക്കുക. അയാളോട് നമ്മൾ മര്യാദയ്ക്ക് സംസാരിച്ചു, അത് നമ്മുടെ മര്യാദ. അയാൾ നമ്മളോട് അങ്ങനെ കാണിച്ചത് അയാളുടെ മര്യാദ അങ്ങനെയാണ്, അയാളുടെ രീതി അങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ അയാളോട് ഒരുപാടൊന്നും പോകണമെന്നില്ല. അയാൾ മാത്രമല്ലല്ലോ ആ ഒരു ഫംഗ്ഷന് വന്നിരിക്കുന്നത്. സോ മനുഷ്യരായിട്ടുള്ളവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 വിജയങ്ങളുണ്ടായി, 101ാമത്തെ തവണ ഒരു ഫെയിലറാണ് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ അത്രയും നാളും സംഭവിച്ച ആ ഒരു 100 സക്സസും മറന്നിട്ട് 101ാമത്തെ തവണ വന്ന ഒരു ഫെയിലറിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യാതെ ഇത്രയും നാളും നമുക്ക് വന്ന സക്സസിനെ പറ്റി ഫോക്കസ് ചെയ്യുക. ഒരു ഫെയിലർ അല്ലേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം വിജയമായിരുന്നല്ലോ. അതുപോലെ തന്നെ 10 പേരോട് സംസാരിച്ചപ്പോൾ 9 പേരും നമ്മളോട് കമ്പനിയായി, ഒരാളല്ലേ മിണ്ടാതിരുന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊന്നും നമ്മൾ നെഗറ്റീവ്സ് ഫോക്കസ് ചെയ്യാതെ അത് പോട്ടെ, വേറെ ആൾക്കാരോട് മിണ്ടാം. അങ്ങനെ മിണ്ടി മിണ്ടി പഠിക്കുക, മിണ്ടി മിണ്ടി ശ്രമിക്കുക. നമുക്ക് ഒരുപാട് പേരോട് മിണ്ടാൻ പറ്റും, ഒരുപാട് പേരുമായിട്ട് നമുക്ക് നെറ്റ്വർക്ക്സ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫോർഗിവ് യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ കുറച്ച് കരുണ കാണിക്കുക. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു പോയിന്റ് തന്നെയാണ് ഇതും. അതായത് ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ്, എനിക്ക് അങ്ങനെ വലിയ ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല, ഞാൻ അങ്ങനെ അത്ര എക്സ്ട്രോവേർട്ട് അല്ല, അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് എൻ്റെ പണ്ട് പോലുള്ള ഒരു പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യണം എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരാൻ ചാൻസ് കുറവാണ്. വന്നാൽ തന്നെ നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. പോട്ടെ, കഴിഞ്ഞ കാലത്ത് ഞാൻ അങ്ങനെ ആയിരുന്നു, എന്നാൽ ഇനി ഞാൻ അങ്ങനെ അല്ല. ഇനി ഞാൻ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ മാറിയ എല്ലാവരോടും ഓപ്പൺ ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് മാറും എന്ന് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു അതൊക്കെ മറന്നു കളയുക. ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ അതെല്ലാം മറന്നിട്ട് എനിക്കിതൊന്നും പറ്റത്തില്ല, ഞാനതൊന്നും നോക്കാനും പോകുന്നില്ല, എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ പഴയ പോലെ തന്നെ എവിടെയെങ്കിലും മാറി ഒതുങ്ങി ഇങ്ങനെ ഒരു ചെയറിലിരുന്ന് ആരെങ്കിലും അടുത്ത് വരുമ്പോൾ ഫോണും കുത്തി ഇങ്ങനെ ഇരിക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യാതെ നിങ്ങളോട് കുറച്ച് കരുണ കാണിക്കുക. എനിക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ പോലെ ഒരു ഇവന്റ് ഇനി നാളെ എനിക്ക് വരുമെന്ന് അറിയത്തില്ല. വന്നാൽ തന്നെ അന്ന് ഞാൻ ബിസി ആയിരിക്കും, അന്ന് എനിക്ക് ആൾക്കാരോട് മിങ്കിൾ ചെയ്യാനൊരു ചാൻസ് കിട്ടില്ല. സോ ഇപ്പം ഞാൻ മിണ്ടണം. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെ നോക്കി ഒന്ന് ചിരിച്ചാലോ, എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാലോ, ബ്രൈഡിൻ്റെ സൈഡാണോ ഗ്രൂമിൻ്റെ സൈഡാണോ എന്ന് ചോദിച്ചാലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക മാത്രം പോരാ, അതൊക്കെ ആക്ഷനിലോട്ട് കൊണ്ടുവരികയും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് നമ്മളൊരാളെ കണ്ടു പഠിക്കുക എന്നുള്ളത്. കോപ്പി ചെയ്യുന്നത് നല്ലതാണ് ചില സമയത്ത്, എന്നാൽ അങ്ങനെ ഒരാളിനെ കോപ്പി ചെയ്യുന്ന ഒരു ലൈഫ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നും. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരാളായിട്ട് മാറാതിരിക്കുക, എന്നാൽ ഒരാളിൽ നിന്നുള്ള ട്രേറ്റ്സ് നമുക്ക് കിട്ടുക. അതുപോലെ ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സ് തുറന്ന് ഓപ്പൺ ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പക്ഷെ ഇവിടെ ഞാൻ ഇത് വേറൊരു പോയിന്റ് ആയിട്ട് എടുത്ത് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരുടെയും വിചാരം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ബിൽഡപ്പ് വേണം, നമ്മൾ വലിയൊരാളാണ് എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. അതുപോലെ നമുക്ക് എന്തൊക്കെ അറിയാം എന്നൊരു തോന്നൽ ഉണ്ടെങ്കിലേ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നൂ. അല്ലെങ്കിൽ നമുക്ക് വലിയ കാറുണ്ട്, വലിയ വീടുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നിയാലേ അവർ നമ്മളോട് മിണ്ടൂ എന്നൊക്കെയുള്ള ചില ആവശ്യമില്ലാത്ത അൺനെസസറി മിസ്അണ്ടർസ്റ്റാൻഡിങ് പലരുടെയും മനസ്സിലുണ്ട്. ഇതെല്ലാം ഈ എടുത്ത് കളഞ്ഞിട്ട്
മറ്റുള്ളവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരോട്, കൂടെയുള്ള കൊളീഗ്സിനോട് നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് ചോദിക്കുക. ഒരാളോട് മറ്റൊരാൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കുമ്പം അയാളോടൊരു കണക്ഷൻ ഉണ്ടാവും. എന്നോട് അയാൾ ചോദിച്ചത് എനിക്കത് അറിയാമെന്നൊരു ചിന്ത അയാളുടെ ഉള്ളിലുള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞു കൊടുക്കും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ എന്നവർ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫംഗ്ഷന് പോകുമ്പം അവിടെ ഇരിക്കുന്നവരോടൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. ഫണ്ണി മൊമെന്റ്സ് ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. മനസ്സിൽ ഹൈഡ് ചെയ്യാതെ, ബിൽഡപ്പ് ഒന്നുമില്ലാതെ പ്യുവർ ആയിട്ടുള്ള നമ്മുടെ ഫീലിങ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ദേഷ്യം വരുമ്പം ആ ദേഷ്യം പ്രകടിപ്പിക്കണം എന്നല്ല, ആ ദേഷ്യം നമ്മൾ വളരെ കാമായിട്ട് നമ്മളുടെ വാക്കുകളിലൂടെ നമുക്ക് അവരോട് കൺവേ ചെയ്യാം. നമുക്ക് ദേഷ്യം വന്നതിന്റെ റീസൺ, അതുപോലെ എന്തുകൊണ്ടാണ് അത് തെറ്റായിട്ട് നമുക്ക് തോന്നിയത്, ഇത് നമുക്ക് മാന്യമായിട്ട് നോർമലായിട്ടും പറയാം. സന്തോഷം വരുമ്പോൾ ആ സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കാം. അതുപോലെ ദുഃഖം വരുമ്പോൾ അത് നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് മനസ്സിൽ വലിയ ബിൽഡപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മുടെ വായിലൂടെ പറയാതെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നത് വഴി ആൾക്കാരുമായിട്ട് നമുക്കൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നമ്മുടെ സോഷ്യൽ ആങ്സൈറ്റി മാറ്റിയെടുക്കാൻ വേണ്ട ടിപ്സിനെ പറ്റിയിട്ടാണ്. ഇനി ഒരൊറ്റ പോയിന്റും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒറ്റ പോയിന്റും കൂടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കോപ്പി ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം 100% മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിലെ ലാസ്റ്റ് പോയിന്റ് ഇതാണ്: മറ്റുള്ളവരുടെ വിജയങ്ങളിൽ അവരെ അഭിനന്ദിക്കുക. എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. കുറച്ച് പേർക്കെങ്കിലും അതിന് പറ്റാത്തവരായിട്ടുള്ളവരുണ്ട്. എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന പലരും ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം നേടിയെടുക്കുകയാണ്, ഒരു വിജയം, ഒരു എക്സാമിൽ വിജയിക്കുകയാണ്, ഒരു നല്ല ജോലി വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ നല്ലൊരു കാര്യം, ഇപ്പം ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ പോവുകയാണ് ജോലിക്കോ പഠനത്തിനോ, എന്ത് കാര്യം ആയിക്കോട്ടെ. അങ്ങനെ ഒരാളുടെ ലൈഫിൽ ഒരു നല്ല കാര്യം ഉണ്ടാകുമ്പോൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില മനുഷ്യരുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ സോഷ്യൽ ആങ്സൈറ്റി പ്രശ്നം എല്ലാവർക്കും കാണത്തില്ല, കുറച്ച് പേർക്കെങ്കിലും കാണും. സോഷ്യൽ ആങ്സൈറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ടിപ്പാണ് മറ്റുള്ളവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിജയം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ്, അവരെക്കാളും നന്നായിട്ട് ഞാൻ പഠിക്കുമായിരുന്നല്ലോ, അവരെക്കാളും നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നല്ലോ, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടിയല്ലോ, ഞാൻ അവരോടൊന്നും പറയത്തില്ല, ഞാൻ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അല്ലെ. എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കുക, ജസ്റ്റ് അവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചു, അത് നിങ്ങൾ അവിടെ വെച്ചിട്ട് അവരെ പോയി കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്കൊരു പ്ലഷർ ഫീൽ വരും. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. നെക്സ്റ്റ് ടൈം വേറൊരാളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പോകുമ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, അവർക്ക് കിട്ടിയല്ലോ, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടോ അത് കിട്ടി, അവരത് ഡിസേർവിംഗ് ഒന്നും അല്ല എന്നൊക്കെ ചിന്തിക്കുമ്പം ആ ചിന്ത എടുത്ത് കളഞ്ഞിട്ട് അവരെ പോയി കൺഗ്രാജുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈം നമുക്ക് ഇച്ചിരി പാടായിരിക്കും. ഫസ്റ്റ് ടൈം അത് അവിടെ ഇരുന്നോട്ടെ, അങ്ങനെ തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുക. സെക്കൻഡ് ടൈം നമ്മൾ അവരെ ഒന്ന് വിഷ് ചെയ്യാൻ നേരം ഈ സാധനം എടുത്ത് കളഞ്ഞിട്ട് പോയി വിഷ് ചെയ്യുക. അങ്ങനെ മറ്റുള്ളവരുടെ വിജയത്തിൽ നമുക്കും സന്തോഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അങ്ങനെ പറ്റുന്നവർക്കുണ്ടല്ലോ ലൈഫിൽ ഇത്ര പെർസെൻറ്റേജ് സന്തോഷം ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ സന്തോഷം നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ വിജയങ്ങൾ എന്ന് പറഞ്ഞാൽ. എല്ലാവരുടെ അല്ല കേട്ടോ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ചില ആൾക്കാരുടെ. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ വേണ്ടി അവരുടെ വിജയത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ മതി അല്ലേ. അപ്പം നമുക്ക് പല പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പം ഈ പറഞ്ഞ സോഷ്യൽ ആങ്സൈറ്റി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടിപ്പാണ്, മറ്റുള്ളവർക്കൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് ചെന്ന് മനസ്സ് തുറന്ന് അവരെ അഭിനന്ദിക്കുക, അവരുടെ പ്ലസ് പോയിന്റ്സ് പറയുക. എന്ന് വെച്ചാൽ അവർ പുകഴ്ത്തി പൊക്കി പറയുക എന്നുള്ളതല്ല, ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്ന പ്രശ്നം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ, ബൈ.